കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അയോധ്യയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ചോദ്യം കൃത്യമായി ഉയരുന്നുണ്ട്. നിരവധി മാധ്യമങ്ങൾ അത് ചർച്ചയാക്കിയിട്ടുണ്ട്. ആ ചർച്ചകളിലൂടെ നിരവധിയായ അനുമാനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാകും. എന്താണ് യഥാർത്ഥത്തിൽ അയോധ്യയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ കൃത്യമായി പുറത്തേക്ക് വരികയാണ്. ആ വാർത്തയിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ബുള്ളറ്റിൻ തുടങ്ങുന്നത്. അതായത് അയോധ്യ ശ്രീരാമ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഏറ്റവും സുപ്രധാനമായ ചില നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നു എന്നുള്ളതാണ്. അയോധ്യ രാമക്ഷേത്ര ഫണ്ടിൽ അഴിമതിയും കൊള്ളയും നടത്തിയവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത കടുത്ത നടപടികളുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നിരിക്കുകയാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഫണ്ടുകളിൽ ക്രമക്കേട് നടത്തിയവർ എത്ര വലിയ ഉന്നതരായാലും അവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറച്ച നിലപാട് വിശ്വാസി സമൂഹത്തിന് നൽകുന്നത് വലിയ ആത്മവിശ്വാസമാണ്. കേസന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് രൂപ 8 പ്രതികളിൽ നിന്നും വീണ്ടെടുത്തിട്ടുണ്ട്. ഇത് ആസൂത്രിതമായി നടന്ന ഏതെങ്കിലും തരത്തിലുള്ള വലിയ കൊള്ള എന്നതിനപ്പുറം അവിടെ ഈ നോട്ട് എണ്ണാനിരുന്ന ആളുകൾ നടത്തിയ കവർച്ച എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. ആ വാർത്തയിലേക്ക്, അത് ഇച്ഛാശക്തിയുള്ള ഭരണകൂടം ആ പ്രതികളെ പിടികൂടിയിട്ടുണ്ട്, കൃത്യമായ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ആ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. കോടിക്കണക്കിന് ഹിന്ദുക്കളുടെ പുണ്യസങ്കേതമായ അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഫണ്ടിൽ കൊള്ളയും ക്രമക്കേടും നടത്തിയവർക്ക് നേരെ നിയമത്തിന്റെ ശക്തമായ ചാട്ടവാറുമായി മുന്നോട്ടു പോകുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ക്ഷേത്ര ഫണ്ട് ദുരുപയോഗം ചെയ്തവർ എത്ര വലിയ പദവികളിൽ ഇരുന്നവരായാലും സമൂഹത്തിൽ എത്ര സ്വാധീനമുള്ളവരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന കർശന നിലപാടിലാണ് യോഗി സർക്കാർ. കേസന്വേഷിക്കുന്ന ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം അതീവ രഹസ്യമായ നീക്കങ്ങളാണ് നടത്തുന്നത്. അഴിമതിക്കാരുടെ സാമ്പത്തിക ഇടപാടുകൾ കൃത്യമായി പിന്തുടരുന്ന അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട വിവിധ റെയ്ഡുകളിലൂടെ 80 ലക്ഷത്തോളം രൂപയാണ് ഇതിനകം തന്നെ പിടിച്ചെടുത്തത്. കുറ്റവാളികളിലേക്ക് അന്വേഷണം വേഗത്തിൽ നീങ്ങുന്നതിന്റെ തെളിവാണിത്. അതേസമയം സർക്കാരിന്റെയും അന്വേഷണ ഏജൻസികളുടെയും കർശനമായ നിലപാടുകളെ തുടർന്ന് ഉയർന്നുവന്ന ധാർമ്മികത മനസ്സിലാക്കി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഉപാധ്യക്ഷൻ ചമ്പത് റായ് തന്റെ പദവി രാജിവെച്ചിരുന്നു. അന്വേഷണം സുതാര്യമായി മുന്നോട്ട് കൊണ്ടുപോകാനും ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തുസൂക്ഷിക്കുവാനും രാജി അനിവാര്യമായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആരുടെയും ഭീഷണികൾക്ക് വഴങ്ങാതെ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കപ്പെടാതെ ഭക്തരുടെ പണവും ക്ഷേത്രത്തിന്റെ സുരക്ഷയും ഉറപ്പാക്കാൻ യോഗി ആദിത്യനാഥ് കാട്ടുന്ന നിശ്ചയദാർഢ്യത്തിന് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. അഴിമതിക്കാരെ വെറുതെ വിടില്ലെന്ന ശക്തമായ നിലപാടിനെ ഭാരതത്തിലെ വിശ്വാസി സമൂഹം ഒന്നടങ്കം കയ്യടിയോടെയാണ് വരവേൽക്കുന്നത്. ജനം, ഡൽഹി. പ്രിയ പ്രേക്ഷകരെ, 500 വർഷത്തെ പോരാട്ടമാണ് രാമക്ഷേത്രം, അവിടെ ഭവ്യമായ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി നടത്തുകയുണ്ടായത്. അതിനുശേഷം വിശ്വ ഹിന്ദു പരിഷത്തും BJPയും സംഘപരിവാർ സംഘടനകളുമൊക്കെ അതിശക്തമായ പ്രക്ഷോഭത്തിലൂടെ സ്വാതന്ത്ര്യാനന്തരവും പോരാട്ടങ്ങൾ നടത്തിയാണ് ആ രാമക്ഷേത്രം അവിടെ സാധ്യമാക്കിയത്. ഇന്ന് അവിടെ ആരോപണങ്ങളുമായി എത്തുന്ന സമാജ്വാദി പാർട്ടി, അതിന്റെ നേതാവ് മുലായം സിംഗ്, അദ്ദേഹം കർസേവകർക്ക് നേരെ, രാമക്ഷേത്രത്തിന് വേണ്ടി സമരം ചെയ്ത ആളുകൾക്ക് നേരെ നിറയൊഴിച്ച ചരിത്രമാണ് അവർക്കുള്ളത്. കോൺഗ്രസ് ഭരണത്തിലിരുന്ന കാലഘട്ടത്തിലെല്ലാം അയോധ്യയിൽ രാമക്ഷേത്രം പണിയരുത് എന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഈ ടിന്നു യാദവിനെയൊക്കെ പോലെയുള്ള ഏതെങ്കിലും കള്ളനാണയങ്ങൾ, അവിടെ നടത്തുന്ന കവർച്ചയോ അവിടെ നടത്തുന്ന തട്ടിപ്പോ കണ്ടില്ലെന്ന് നടിച്ച് അവരെ തഴുകി തലോടി ഉറക്കലല്ല അവിടുത്തെ ഭരണകൂടം ചെയ്യുന്നത്, യോഗി ആദിത്യനാഥ് ചെയ്യുന്നത്. അടിയുറച്ചു വിശ്വസിക്കാം, ഇന്ന് ഉത്തർപ്രദേശ് ഭരിക്കുന്നത് ഇച്ഛാശക്തിയുള്ള ഭരണകൂടമാണ്. അതിന് നേതൃത്വം നൽകുന്നത് യോഗി ആദിത്യനാഥാണ്. എത്ര വലിയ ഉന്നതനായാലും പിടിക്കപ്പെടും, ശിക്ഷിക്കപ്പെടും എന്നുള്ളതാണ്. ഇപ്പോൾ പണം കണ്ടുകെട്ടിയിട്ടുണ്ട്, മറ്റ് അന്വേഷണത്തിലേക്ക് പോവുകയാണ്. തുടർന്നുള്ള വാർത്തകളും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും. യോഗിയെ 100% ഇക്കാര്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യാം.